Yes. അതൊരു ആർബിട്രറി ടൈം ഫ്രെയിം ആണ്. ദാറ്റ് ഈസ് വാട്ട് വി യൂഷ്വലി ഡു. എവറിത്തിങ് ഇസ് സെറ്റിൽ ഡൗൺ ആൻഡ് സീ ആൻഡ് റീഅസസ്. വീണ്ടും അസസ് ചെയ്ത് പേഷ്യന്റ് റിക്കവറി എങ്ങനെയാണെന്ന് നോക്കും. മീൻ വൈൽ ഇഷ്യൂസ് കൂടുന്നുണ്ടെങ്കിൽ വിൽ ഹാവ് ടു ചേഞ്ച് ദ പ്ലാൻ. ഇഫ് ഇറ്റ് ഇസ് ഗെറ്റിംഗ് ബെറ്റർ വിൽ കണ്ടിന്യൂ ദ പ്ലാൻ. സെറ്റിൽ ആവണം. ഇപ്പൊ വന്നിട്ടല്ലേ ആസ് സച്ച് ഒരു നേസോ എത്മോയിഡൽ ഫ്രാക്ചേഴ്സ് ഉണ്ട്. അത് അൺഡിസ്പ്ലേസ്ഡ് ആണ്. അതൊക്കെ ഇപ്പൊ എമർജൻസി ആയിട്ട് ഇന്റർവീൻ ചെയ്യേണ്ടതല്ല. ദ മേജർ കൺസേൺ ഈസ് ദ ബ്രെയിൻ ആൻഡ് ദ ലൈഫ്. അത് രണ്ടും ഓപ്റ്റിമൈസ്ഡ് ആവുമ്പോഴാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് വീഴ്ചയിൽ പറ്റിയതാണ്. അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഇന്റേണൽ ബ്ലീഡിംഗ് ഇപ്പൊ കണ്ടിട്ടില്ല. ബട്ട് ഷീസ് ഓൺ സം മെഡിക്കേഷൻസ്. ഇറ്റ് മൈറ്റ് ഗോ ഔട്ട് ഓഫ് വീൽ ഹാവ് ടു വെയിറ്റ്. ഇമ്പാക്റ്റിലാണ്. ബ്ലഡ് തൊറാക്സ്, ബ്ലഡ് ചെസ്റ്റ് ഇഞ്ചറി എന്ന് പറയും. വീഴ്ചയില് വന്നിട്ടുള്ളതാണ്. ചതവില് വരുന്നത് ചതവിൽ നിന്ന് വന്നിട്ടാണ് അത് ആ റിബ്സ് ലങ്സിൽ കൊണ്ടിട്ടുണ്ടാവുന്ന ബ്ലീഡിംഗ് കൊണ്ട് വരുന്നത്. മേജർ ലോങ് ബോൺ ഫ്രാക്ചർ അങ്ങനെയൊന്നുമില്ല. ഫുട്ടിന്റെ അവിടെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അത്ര മാത്രം. Everybody is there, everybody is intubated, and everybody is involved. So he is the neurosurgeon, Dr. Michelle. He is the head of orthopedics doctor. I am the medical director, Dr. Krishnan. There's a general surgeon involved, ENT Dr. doctors and Rahul. maxillary Everybody is here. physicians are All of them. all. വാരിയിൽ ചെറിയ ചിഹ്നലുണ്ട്. അൺഡിസ്പ്ലേസ്ഡ് ആണ്. നമുക്കത് ഓപ്പറേറ്റീവ് ഇന്റർവെൻഷന്റെ ആവശ്യമൊന്നുമില്ല. ലോങ് ബോൺ ഫ്രാക്ചേഴ്സ് മേജർ ആയിട്ട് ഒന്നുമില്ല. ഫുട്ടിൽ മാത്രം ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു കൺഫ്യൂഷൻ മാത്രമേ ഇപ്പോൾ കണ്ടുള്ളൂ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ട്രീറ്റ് ചെയ്യാവുന്നതുള്ളൂ. അതൊരു മേജർ വിഷയമല്ല. As of now, there is no emergency surgery ഒന്നും warranted അല്ല. Okay, there is no emergency surgery, but then നമുക്കൊന്ന് സ്റ്റെബിലൈസ് ചെയ്യണം പേഷ്യന്റിനെ സ്റ്റെബിലൈസ് ചെയ്തിട്ട് നമ്മൾ വി വിൽ വാച്ച് ഫോർ നിയർലി 24 hours. 24 hours വാച്ച് ചെയ്തിട്ട് എന്തെങ്കിലും വേണോ എന്ത് വേണം എന്നുള്ളത് തീരുമാനിക്കും. ഇനി ആ പാട് വേണമെങ്കിൽ ചെസ്റ്റിൽ ആ ഒരു രക്തം ഇത്തിരി കെട്ടിക്കിടക്കുന്നത് കൊണ്ട് ഒരു ട്യൂബ് ഇട്ടിട്ട് ചിലപ്പോൾ അത് എടുക്കേണ്ടി വരും. ഒരു ഡ്രെയിൻ ഇടേണ്ടി വരും. അത് മാത്രമേ ഉള്ളൂ. വന്നപ്പോൾ ചെറുതായിട്ട് കോൺഷ്യസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് അത് പിന്നെ നമ്മൾ വെന്റിലേറ്റ് ചെയ്യും. പിന്നെ കോൺഷ്യസ് അതിന് തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് ചെയ്യും. വൂണ്ടിൽ സ്കാൽപ്പ് കുറച്ച് ലാസറേറ്റഡ് വൂണ്ട് ആയതുകൊണ്ട് തിയേറ്ററിൽ പോയി നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് സൂച്ചർ ചെയ്യും. സ്കാൽപ്പ് ഇഞ്ചറി എന്ന് മാത്രമേ ഉള്ളൂ അൺകൺട്രോളബിൾ ആയിട്ടുള്ള. അത് നമ്മൾ തിയേറ്ററിൽ